ഹായ് ഹലോ. ഇന്ന് നമ്മൾ അച്ചുമോളെ അരിയിൽ എഴുതിക്കുന്ന ദിവസം കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിന്ന് മലപ്പുറത്ത് മനോരമേൻ്റെ ഓഫീസിൽ നിന്നാണ് എഴുതിക്കാൻ പോകുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ എഴുതിയിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടു. കാരണം ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്ത്. ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ ഞാൻ ചെറിയ സെറ്റപ്പാണെന്ന് വിചാരിച്ചത്, പക്ഷെ വലിയ ഗംഭീരം പരിപാടിയായിരുന്നു കേട്ടോ. ചെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. വളരെ അച്ചടക്കത്തോടുകൂടി വളരെ കാര്യങ്ങളൊക്കെ വളരെ നിയന്ത്രിതമായി എല്ലാ ലെവലിലും അതിൻ്റെ ആ മട്ടം പോലെ ചെയ്തെന്നറിയില്ലേ, അതേപോലെ വരുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവർ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. 6 മണിക്ക് എഴുതി തുടങ്ങിയിട്ടുണ്ടാവും എൻ്റെ പറ്റി. അച്ചുമോൾ ഇതാ, അച്ചുമോൾക്ക് ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ട്, ഒരു ബാഗ് കിട്ടി, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട് ആൾ. അപ്പം ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടു. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ 6 മണിക്ക് തുടങ്ങി എപ്പോഴും അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും അതിൻ്റെ ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല സെറ്റപ്പിലാണ് ചെയ്ത്, പൂക്കളൊക്കെ വെച്ച് നല്ല അലങ്കരിച്ച് നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ. കാരണം ഒരു ചെറിയ പാട്ടൊക്കെ പാടുന്ന ഒരു ചെറിയ കുട്ടീൻ്റെ അവിടെ ഞാൻ കാട്ടിത്തരാം. കുട്ടീൻ്റെ പാട്ട് ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ് കുട്ടി പാട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു സെറ്റിൽ പാട്ട് പാടുകയെന്ന്. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മോളവിടെ ഇരുന്ന് നല്ല പാട്ട്. പിന്നെ ഒരു മൃദംഗം വായിക്കുന്ന ഒരു പയ്യൻ കിട്ടും, സാധ്യ വായിക്കാരനാണ്. എന്തോ അവാർഡൊക്കെ കിട്ടിയെന്നൊക്കെ പറയണ്ടല്ലേ? ഒരു അവാർഡൊക്കെ പേര് പറയാൻ മറന്നു നമ്മളതിന്റെ. ഏതായാലും നല്ല സംഗീത കച്ചേരിയായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് വലിയ വാസനയില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ എന്തൊക്കെയോ അവാർഡൊക്കെ കിട്ടീന് അമ്മോന്. അപ്പോൾ അടിപൊളി പരിപാടിയായിരുന്നു. 3 ആൾക്കാരുണ്ട്, പ്രമുഖരായ ആൾക്കാർ എഴുതിക്കുന്നത്. നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. ഒരു 10-20 ടോക്കൺ ഒന്നിച്ച് വിളിക്കും. അപ്പോൾ ആ വിളിക്കുന്ന ടൈമിൽ ആ ആൾക്കാർ അവിടെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് നിൽക്കുക. അപ്പോൾ ഓരോരുത്തർ എഴുതാൻ പോവുക. അച്ചുമോക്കാണെങ്കിൽ ബാഗ് കിട്ടിയതിൻ്റെ ഹാപ്പി സന്തോഷം. എത്ര ആൾക്ക് കൊടുക്കണ ബാഗില്? എല്ലാവർക്കും ബാഗ്, ബലൂണ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ അത്ര പ്രതീക്ഷയില്ല. പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു. ആൾക്കാരിങ്ങനെ വന്നോണ്ട് കേട്ടോ. ഇങ്ങനെ ടോക്കൺ ഞങ്ങൾ പരിപാടി ആയപ്പോൾ തന്നെ തിരക്കുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തിരക്കായി അനുഭവപ്പെടൂല അല്ലേ? ഇല്ല ഇങ്ങനെ കയറി ഇങ്ങനെ പോണോണ്ട് തീർച്ചയായിട്ടും ഒന്നും അറിയാൻ കഴിയുന്നില്ല. അവർ രാവിലെ സെറ്റപ്പ് ഒക്കെ ഭയങ്കര കേട്ടോ. അവർ ഉള്ള സ്ഥലത്ത് ഉള്ള പോലെ പരിമിതി പോലെ തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിലും കോലം പോലെയൊക്കെ ചെയ്തതിന്. പിന്നെ നമ്മളെ ന്യൂസൊക്കെ വായിക്കുന്ന ആളെ നിങ്ങളറിയായിരിക്കും. അദ്ദേഹമാണ് ഇത് ഇതിൽ നടക്കുന്നുണ്ട്, ന്യൂസൊക്കെ പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയാനായിരിക്കും. എപ്പോഴും ഫുൾ ടൈം ഉണ്ടാകും പുള്ളി ന്യൂസിലൊക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. പിന്നെ ഞങ്ങളെ അച്ചുമോളെ എഴുതിക്കാൻ വേണ്ടിയിരുന്ന് പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. കാരണം എന്താ വെച്ചാൽ എഴുതിക്കുന്ന ടൈമിൽ വേറെ ആരെങ്കിലും കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ അപ്പം മോളും കൂടെ നിന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അവരെ ഇതിൽ തന്നെ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞങ്ങൾക്ക് ഫോൺ വേറെ ആളെ കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ കുറച്ച് ഉള്ളിലേക്ക് കയറുന്നപ്പോൾ അവിടെ ഉണ്ട് നല്ല അടിപൊളി പായസം കൊടുക്കണം, നല്ല ചൂടുള്ള പായസം. പിന്നെ പായസത്തിൻ്റെ അപ്പോൾ ഞങ്ങൾ മല്ലിക്കെട്ടായിരുന്നു. പായസവും ഞങ്ങളുമായിട്ട് മല്ലിക്കെട്ടായിരുന്നു. പായസം എന്ന് പറഞ്ഞാൽ ഒന്നും പറയല്ല, കലക്കം പായസം സദ്യക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ. 2 ഗ്ലാസ് കുടിച്ചു. പായസം ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവിടെ ആണെങ്കിൽ ഫോട്ടോ എടുത്തിങ്ങനെ പൊന്തിച്ച് കാട്ടി തരും. ആരുടെ ഫോട്ടോ ആണോ ഓല് കൈ പൊന്തിച്ചാൽ മതി. എന്നിട്ട് ആ ടോക്കൺ നമ്പർ ആഡ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ പേര് എഴുതിയിട്ട് നമുക്ക് ആ ഫോട്ടോ ഓലൊരു എംബ്ലമുണ്ട്, മനോരമേൻ്റെ ഒരു ഷീറ്റ് വെച്ച് ചെറിയൊരു ചാർട്ടിട്ട് വെച്ച് അതിൽ നമ്മൾ ഫോട്ടോ പതിച്ച് ഓലിങ്ങോട്ട് നമുക്ക് തരും. അതിനൊന്നും പൈസ വേണ്ട കേട്ടോ, ഒക്കെ ഫ്രീ ആണേ. അതൊന്നും പൈസ അടിച്ചില്ല. കുറേ കുട്ടികളെ ബലൂണൊക്കെ അത് ആ മുകളിൽ കയറി കുത്തിരിക്കുന്നുണ്ട്, ഷീറ്റുമ്മലേക്ക് ഒക്കെ പറന്നു പോയതാണ്. കുട്ടികളെ കയ്യിൽ നിന്ന് അറിയാതെ പറന്നു പോകണതാണ്. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടീൻ്റെ പേര് ചെറിയ ബലൂണല്ലേ. അച്ചുമോളാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് കുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലെ ബേക്കിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി നോക്കി. അപ്പോൾ എല്ലാവരും അത്യാവശ്യം സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് പായസമൊക്കെ കുടിച്ച് ആക്കുമ്പോൾ ഭക്ഷണമൊന്നുമില്ല, പായസം മാത്രമേ ഉള്ളൂ. ചായ നമ്മൾ കയറി വന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ബേക്കിൽ കൂടെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. കാരണം അപ്പുറത്തൂടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരക്കും. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ് ഇതിലെ അങ്ങോട്ട് കീപ്പിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറാൻ കുഴപ്പമുണ്ടായിട്ടല്ല. ഇതാണ് അപ്പോൾ അവിടെയാണ് ടോക്കൺ നമ്പറൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി. കാരണം പരിപാടി ഒന്നും പറയാനില്ല കേട്ടോ, മനോരമേൻ്റെ ഗംഭീരം പരിപാടിയായിരുന്നു. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് ബാഗൊക്കെ തുറന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ബുക്ക്, പെൻസില്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം കുറച്ചുണ്ട് കേട്ടോ. ഞാൻ 2 ബുക്ക് നമുക്ക് അവിടുന്ന് വേറെ തരുന്നതാണ്. വേറെ തരുന്നല്ലേ, ഫ്രീ ആയിട്ട്. അപ്പുറ സൈഡിലൊരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെൻസില്, കളർ പെൻസില് ഒക്കെ ഉണ്ട്, പെയിൻറ്റിങ്ങിൻ്റെ. പിന്നെ ഒരു ചന്ദനത്തിരി,
അതൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ കേട്ടോ. ഞാനത് എത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ ബാഗ് കിട്ടിയതുകൊണ്ട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ അച്ചുമോളെ ഇനി നേഴ്സറി ചേർക്കാൻ പോകുമ്പോൾ ബാഗായല്ലോ അച്ചുമോക്ക്. അംഗനവാടിയിൽ പിന്നെ പിന്നെ ഒരു ഫോട്ടോ അടിപൊളി. ഇതാണ് ആ ഫോട്ടോ. ഞാൻ വരിക്ക് നിന്ന് അവിടെ നിന്ന് വാങ്ങുന്ന പറഞ്ഞ് ഫോട്ടോ ഒന്നും പറയല്ല, ഗംഭീരം ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. സ്കെയിലൊക്കെ ഉണ്ട്. ഓ എല്ലാ സാധനവും ഉണ്ട്. എല്ലാം ഉണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് പോലെ ഈ പരിപാടി. പോലെ ഈ പരിപാടി ഗംഭീരമായിന് കേട്ടോ, ഒന്നും പറയല്ല. എത്ര കുട്ടികൾക്ക് കൊടുക്കണം. എപ്പം തുടങ്ങിയിട്ടുണ്ടോ? 6 മണിക്ക് പോലെ തുടങ്ങിയിട്ടുണ്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെയായിട്ട് പോയത്. അപ്പോൾ ഞങ്ങളിനി ചായ എന്തെങ്കിലും കുടിക്കട്ടെ. ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇനി ഡ്രസ്സ് മാറട്ടെ. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ.